ആട് 3യുടെ ട്രെയിലർ എത്തിയിട്ടുണ്ട്. ആട് 3യുടെ ട്രെയിലർ സത്യത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇവിടെ വന്ന ചെറിയൊരു മാറ്റം വിജയ് ബാബുവിനോടൊപ്പം വേണു കുന്നപ്പള്ളി കൂടി വന്നിട്ടുണ്ട്. കാരണം ഇതൊരു ചെറിയ സിനിമയല്ല. ഫ്രൈഡേ ഫിലിം ഹൗസ് നമുക്കൊരുപാട് വിശ്വസിക്കാവുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി. ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ട് പരാജയപ്പെട്ടതിന് ശേഷവും അതിൻ്റെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവന്ന് തിയേറ്ററിലെ പൂരപ്പുറമ്പാക്കിയെങ്കിൽ അത് ഫ്രൈഡേ ഫിലിംസിന് മാത്രം അവകാശപ്പെട്ടതാണ്. കാരണം അതിൻ്റെ അമരത്ത് വിജയ് ബാബു എന്ന പ്രഗത്ഭനായ പ്രൊഡ്യൂസറാണ്. മിഥുൻ മാനുവൽ തോമസ് സത്യം പറഞ്ഞാൽ പ്രതിഭ എന്താണെന്ന് തെളിയിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആടിന് ശേഷം വന്ന സിനിമകളെല്ലാം വൻ ഹിറ്റുകൾ തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിലായി വന്ന ജയറാം ചിത്രവും വൻ വിജയം നേടിയ ചിത്രമാണ്. അതിനുശേഷം ആട് 3യുമായി അദ്ദേഹം വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ആട് 2 എന്നൊരു വലിയ വിജയ ചിത്രത്തിൻ്റെ തുടർച്ചയാണ് ആട് 3. ഇടയ്ക്ക് വിജയ് ബാബുവും വേണു കുന്നപ്പള്ളിയും പല ഇൻ്റർവ്യൂകളിലും സൂചിപ്പിക്കുകയുമുണ്ടായി, ഒരു വലിയ ചിത്രമാണ്, പ്രതീക്ഷകൾ ഒരുപാടുള്ള ഒരു ചിത്രമാണെന്ന്. ആ പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ട്രെയിലർ പറയുന്നത്. വികാസ് അൽഫോൺസിനെ പ്രശംസിച്ചേ പറ്റൂ. കാരണം ഇതിൻ്റെ ട്രെയിലർ കഥയുടെ ഒരംശം പോലും ചോർന്നു പോകാതെ ഇത്രയും നീറ്റായി കട്ട് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന് വളരെ വലിയ ഒരു കൈയടി തന്നെ കൊടുക്കണം. ആട് 2ലും 3ലും ഒക്കെ എത്തിയപ്പോഴും കഥയുടെ ഒരംശം പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് പുള്ളി ഇത് ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നത്. സംവിധായകൻ ഇത്തവണയും നമ്മുടെ ഞെട്ടിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. രാജാവും പ്രജകളും ഒരു സൈഡിലും നമ്മുടെ ഷാജിപ്പാപ്പാനെല്ലാം മറ്റൊരു സൈഡിൽ നിന്ന് നിറഞ്ഞാടുക തന്നെയാണ്. ജയസൂര്യയെ എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആട് 3യിലേക്ക് എത്തുമ്പോഴും ജയസൂര്യയുടെ ശരീരത്തിനോ ആ രീതിക്കോ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. സർബത്ത് ഷമീറുണ്ട്, ഗോപിയാശാനുണ്ട്, പിന്നെ ഡൂഡുണ്ട്. ഡൂഡിനെ എടുത്തു പറഞ്ഞേ പറ്റൂ. ഡൂഡ് ഇപ്പോഴിവിടെ നിറഞ്ഞാടുക തന്നെയാണ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ സിനിമ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ ഓർത്തിരിക്കണമെങ്കിൽ ഈ സിനിമ അത്രയും നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ആട് 3യും നമ്മൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കി കാണുന്നത്. ഇതിൽ ജയസൂര്യയുടെ കോസ്റ്റ്യൂംസ് ഒരുക്കിയിരിക്കുന്നത് ജയസൂര്യയുടെ വൈഫ് തന്നെയാണ്. കഴിഞ്ഞ 2 സിനിമയിൽ നിന്നും ചെറിയൊരു വ്യത്യാസം കോസ്റ്റ്യൂംസിന് വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും കോസ്റ്റ്യൂംസ് വളരെ മനോഹരമായി തന്നെ ഹിറ്റാവുമെന്ന് ഞാൻ ഉറപ്പാണ്. എന്തായാലും തിയേറ്ററുകൾ പൂരപ്പുറമ്പാക്കാൻ ഷാജിപ്പാപ്പാനും പിള്ളേരുമെത്തും. നമ്മുടെ
നിരാശരാക്കാതിരിക്കാൻ മിഥുൻ മാനുവൽ ശ്രമിച്ചിട്ടുണ്ടാവും എന്ന് ഉറപ്പാണ്. കൂടെ നമുക്ക് വിശ്വസിക്കാവുന്ന 2 നിർമ്മാതാക്കളും. എന്തായാലും ആട് 3 ഒരു ഗംഭീര വിജയമാവട്ടെ. എല്ലാവരും ഈ വീഡിയോ കാണുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള റിവ്യൂസ് എല്ലാം ഈ ചാനലിൽ കാണും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക.